സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനം വൻ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വാഗ്ദാന ലംഘനം നടത്തിയ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനു പകരം ഇതുവരെയുള്ള നിക്ഷേപം കണക്കാക്കി ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം സർക്കാരും ടീകോമും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇതൊരു കാരണവശാലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഈ വൻ അഴിമതിയെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അടിയന്തരമായി ഈ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് ടീകോമിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. 10 വർഷക്കാലം നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച ടീകോമിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇപ്പം അവർക്ക് അങ്ങോട്ട് ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്ന ഈ നടപടി ആർക്ക് അംഗീകരിക്കാൻ കഴിയും? എന്നിട്ട് ഈ 246 ഏക്കർ സ്ഥലം തിരിച്ചെടുത്തിട്ട് സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കരാർ ലംഘനത്തിനെതിരായി നടപടി സ്വീകരിക്കാനും ഇവരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് പണം ഇങ്ങോട്ട് വാങ്ങുകയാണ് വേണ്ടത്. അതിന് പകരം അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വൻ അഴിമതിക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.